ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന എപ്പോഴും വീണ്ടോ അല്ലേ, എല്ലാവർക്കും മടുത്ത് കാണും. എന്നാൽ പിന്നെ നമ്മൾ ഇന്നൊരു എക്സ്പ്ലോറേഷൻ വീഡിയോ ആണ് ഗൈസ്. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്ത് സ്പ്രൂസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നടക്കുമോ എന്ന് ആർക്കറിയാം. എന്നാലും നമുക്കിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ബോട്ടൊക്കെ എടുത്ത് പോകാം. ഞാനിന്ന് ഒബ്സീഡിയൻ എടുത്തു ഗൈസ്. ഒബ്സീഡിയൻ കാരണം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബ്രീഡറിൻ്റെ അവിടെ ഇതുണ്ടാക്കി വെക്കാം ഗൈസ്. ഇല്ലെങ്കിൽ ഇത് വർക്കാവുന്നില്ല. അതാ നമുക്ക് ബ്രീഡറിൻ്റെ അവിടെ ഉണ്ടാക്കി വെക്കാം ഗൈസ്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എക്സ്പ്ലോറേഷൻ തുടങ്ങാം. പിന്നൊരു അപ്ഡേറ്റ് ഞാൻ കൊണ്ടുവന്നു ഗൈസ്. അത് ഞാൻ പറയാൻ മറന്നുപോയി. സോറി ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ സോറി. നമ്മൾ വലിയ യൂട്യൂബറൊന്നും അല്ലടേ. നമുക്ക് റൂമൊന്നുമില്ല തനിച്ച്. ഇവന്മാർ തന്നെ ഇത് കയറി മൊത്തം പൊട്ടിച്ച. നമ്മൾ ഇതിൻ്റെ അടിയിൽ ഉണ്ടാക്കി വെക്കാൻ പോകുകയാണ് ഗൈസ്. എടാ ഇവനെ ഞാനെന്ത് ഇവനാ ഗൈസ്. നിങ്ങൾ ഒരു മിനിറ്റ് കണ്ണടച്ചോളൂ. അയ്യോ പുകയാ, അയ്യോ ഗൈസ്, ഇവിടുന്ന് പുക വരുന്നു ഗൈസ്. ഞാനിവിടെ ഇരിക്കില്ല, ഞാൻ പോണു. എനിക്ക് പേടിയൊന്ന് പുക വരുന്നു, പുക. നമുക്ക് എന്തായാലും ഇത് ചെയ്തിട്ട് തന്നെ പോകാം ഗൈസ്. അല്ലെങ്കിൽ ഇതിനു വേണ്ടി അടുത്ത എപ്പിസോഡ് മാറ്റുകയില്ല. ദൈവമേ, ഇനി ഇത് കറക്റ്റാണോ? ഇങ്ങനെ തെറ്റിപ്പോവോ? ഓക്കെ, ഞാൻ ഡയറക്റ്റ് വെച്ച് ആദ്യം പറ്റുമോ എന്നൊന്ന് നോക്കാം ഗൈസ്. 3 നമ്മൾ ഇങ്ങനെ വെച്ചാ. അയ്യോ, ഞാനിതൊന്ന് സെറ്റാക്കട്ടെ ഗൈസ്. ഇവിടെ അടുത്ത വന്നാ ഇതൊന്ന് നിർത്തി വെക്കണമല്ലോ. വെച്ചു. ഇവിടെ മാറിയില്ലേ? ഇത് ചെയ്യേണ്ടതാ. ഇനി മാറാങ്ങട്. എത്ര നേരം ഇങ്ങനെ പറയുന്നു മാറാൻ? മാറ്. എടാ ഇവനൊരു കല്ല് പ്രതിമയെ. നമുക്കിതൊന്ന്. അയ്യോ, ആ കുഞ്ഞ് ഇതേ പിന്നെ പുക പറക്കുന്നു. എന്താന്ന് പറഞ്ഞോ ഗൈസ്, ഇവിടെ ലാവ ഉണ്ടെന്ന് തോന്നുന്നു അടിയിൽ. അതുകൊണ്ട് എന്നാ പുക പറക്കുന്നറിയോ ഇവിടെ. എടാ ബേബി വില്ലേജറാണല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. എൻ്റെ പൊന്നെ ജസ്റ്റ് മിസ്. ഇല്ലായിരുന്നു അവനിപ്പോൾ രക്ഷപ്പെട്ടാൻ. നൈറ്റാവുന്നു, പോയി കിടന്ന് ഉറങ്ങണ്ട്. ഇവന്മാരെയൊക്കെ കടിച്ചു കയറി തിന്നുന്നതിന് മുന്നേ. ഇത് കുറേ നേരമല്ലേ. എടീ, എൻ്റെ അടുത്താണ് ബെഡില്ല ഗൈസ്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പറയുവാണ്, എൻ്റെ അടുത്ത് ബെഡുണ്ട് ഗൈസ്. എന്നിട്ട് എന്തിനാണ് ഞാൻ ഇതുവരെ വന്നത് എനിക്ക് പോലും അറിയില്ല ഗൈസ്. ഞാൻ ബെഡുള്ള കാര്യമേ മറന്നുപോയി. നിങ്ങൾക്ക് വേണം നേരത്തെ ഇൻവെൻ്ററി തുറന്നപ്പോൾ ബെഡ് കാണാൻ വരുന്നതേ പറഞ്ഞില്ലേ സോംബി വരുന്നു. അവൻ ചത്തു ഗൈസ്. എൻ്റെ നെതറാക്കും കൊണ്ടുവന്ന്. അത്രേ ഉള്ളൂ. നമുക്ക് ഇന്ന് നെതറാക്ക് ഞാൻ എവിടെ നെതർ കയറാതെ ഞാൻ ഇവിടെ വെച്ച് എവിടുന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ മറ്റേ നെതർ പോർട്ടലിൻ്റെ എവിടെ നിന്നാണ് കിട്ടിയത് ഗൈസ്. നെതർ പോർട്ടല്ല, റൂണ്ട് പോർട്ടൽ ഗൈസ്. ആ 12 കറക്റ്റാണ് ഗൈസ്. ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അത് ഞാൻ പോലും അറിയത്തില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ല ഗൈസ്. പക്ഷേ 12 കറക്റ്റാണ്. ഇപ്പം ഞാൻ ഇത് ശരിയാക്കാനൊന്നും നിൽക്കത്തില്ല. നേരെ ഞാൻ ആ റൂണ്ട് ബോട്ടിലിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ബോട്ടിലിൽ ഒബ്സീഡിയൻ കൊണ്ട് പണിയും. പന്ത്രണ്ടെണ്ണം കറക്റ്റാണപ്പോൾ. ഇവിടെ ഒന്ന് ദൈവം, ഒരെണ്ണം വെച്ചത് തെറ്റിപ്പോയാൽ തീർന്നു. കൈ കൊണ്ട് നടക്കണ്ടേ സാധനത്തിന്. എനിക്ക് പേടിയാണ് അങ്ങനെ വെച്ചത് തെറ്റിപ്പോയാൽ നമ്മൾ തീർന്നു. അവസാനം വെച്ചിട്ടുണ്ടേ. ഞാനൊന്നും പറ്റുന്ന ടെൻഷനായി.
അല്ല ഗൈസ്, ഇത് 3 ബ്ലോക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയായെന്ന് നമുക്ക് കറക്റ്റായില്ല, അത് മതി. അയ്യോ, ഫ്ലിൻ്റ് എടുക്കാൻ മറന്നുപോയി. ഞാനവിടെ സ്റ്റെയർ കേസ് വെച്ചതിന് കൃത്യമായ കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മലയാടി എൻ്റെ ഹങ്കർ മൊത്തം കുറഞ്ഞ്. അത് കാരണം ഞാൻ സ്റ്റെയർ കേസ് വെച്ചിരിക്കുകയാണ്. എൻ്റെ ഫ്ലിൻ്റ് ഈ പെട്ടിയിലാണ്. ഓക്കെ, ഫ്ലിൻ്റ് വെച്ചിട്ട് ഇപ്പം കാണിച്ചു തരാം. സ്മൂത്ത്നെസ് ഉണ്ടോ? ഇങ്ങനെ ചാടിക്കയറുന്നതിന് പകരം നമ്മൾ ഓടിയിട്ട് ഒറ്റോട്ടം വെച്ച് കൊടുത്താൽ മതി. മണ്ട കയറുന്ന ഉസൈൻ ബോൾട്ട് അത് തന്നെ. ആരാണോ അങ്ങനത്തെ പേര് കേട്ടു? ഉസൈൻ ബോൾട്ട് അത് തന്നെ. ഓ, എന്തുവാ ഇത്? ഒരുത്തൻ അതിശയപ്പെടുവാണെങ്കിലും കുറച്ച് മര്യാദയൊക്കെ വേണ്ട. ഈ ലോകത്തിലെ ആദ്യത്തെ പോർട്ടൽ ഗായ്സ്. ഈ സൈഡ് മൂടണ്ടേ? നമ്മൾക്കാദ്യം അത് പൊട്ടിക്കണം, അത് വേറെ കാര്യമാണ്. ആന്ധ്രാവൻ നെതറിപ്പോവാത്തത് ഗൈസ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേര്. 2 വില്ലേജറുണ്ട്. ആ 2 വില്ലേജർ നമ്മളിങ്ങനെ ഒരാൾ പോയെന്നാ ഗൈസ് തോന്നുന്നു. ഫെൻസ് ഉണ്ടാക്കിയില്ല ആദ്യം. ഞാൻ അവനൊന്ന് ചെറുതെ പുഷാക്കിപ്പോഴാൻ പോയെ. ഇവനെ പുഷാക്കിലോട്ട് പോകാത്തത്. അയ്യോ, സോഡ് വെച്ച കല്ലുണ്ടായിരുന്നു. ഇവിടെ ഫെൻസ് ഇല്ല. ഫെൻസ് ഉണ്ടാക്കിയില്ല. അത് കാരണം നമുക്ക് കയ്യിലുള്ളത് വെച്ച് ഫെൻസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്തോ. ഫെൻസ് അങ്ങനെ ആയിരുന്നു. പറ്റി ഉണ്ടാക്കാൻ പറ്റി. രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചമ്മിയിരുന്നു തന്നെ ഇവിടെ. അയൺ ആർമർ വെച്ച് നെതർ കയറുന്ന സേഫാണെന്ന് അറിയത്തില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ നമുക്ക് ഗൈസ്. അയൺ ആർമറാണ് പോലും. അയൺ ആർമർ ആണെങ്കിൽ നിനക്ക് ലെഗിൻസ് ഉണ്ടോ? ഹെൽമെറ്റ് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അയൺ ആർമറാണ് പോലും. അയൺ ആർമർ നല്ല പ്രാർത്ഥിച്ചോ, ദൈവമേ നല്ല വല്ല കേവോ ആയിരിക്കണേ. രക്ഷപ്പെട്ടു ഗൈസ്. കേവാണത്. എന്നെ ആരും കൊല്ലല്ലേ. ഭാഗ്യം. ഇങ്ങനെ 2 ബ്ലോക്ക് ഒഴിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഫെൻസിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഞാൻ എന്തിനുണ്ടാക്കിയ വില്ലേജർ വന്ന് നിൽക്കാനല്ലേ. ഇങ്ങനെ 2 ബ്ലോക്ക് ഒഴിക്കുവാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടും ഉണ്ട്. ഇവിടെ എന്തുവാ കാണിക്കേണ്ടത്? ചമ്മി പോവോ ഗൈസ്? എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കാം. രക്ഷോട്ടെ. പെട്ടെന്നോ ഓമാരെന്നെ കൊല്ലുന്നതിനെ. എത്തിയോ? സ്ഥലം മാറിപ്പോയോ? ഇവിടെ ഒന്ന് വെക്കായിരുന്നു. ക്ലാസിൻ്റെ കാര്യമാണ് ഗൈസ് പറഞ്ഞത്. ഞാൻ മല ഇറങ്ങിപ്പോട്ടെ? വേണ്ട. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ അതിൽ കൂടെ തന്നെ പോകും. അതിന് ചാടിപ്പോകും. അയ്യോ, ഹെൽത്ത് കുറഞ്ഞല്ലേ. പിന്നെ ചാടിപ്പോയ ഹെൽത്ത് കുറയത്തില്ലേ? ഒരാവശ്യമില്ലായിരുന്നു ചാടി പോകണ്ട. ഗൈസ്, ഒരു MLG പരീക്ഷണം കിട്ടി. പിന്നല്ല, ഞാനല്ലേ MLG ചെയ്തത്, പിന്നെ അങ്ങനെ കിട്ടാതിരിക്കും. നമുക്ക് ഗ്ലാസും ഡോറും ഒക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലോറേഷൻ തുടങ്ങാം ഗൈസ്. എക്സ്പ്ലോറേഷൻ വീഡിയോ ആണെന്നും പറഞ്ഞ് ഞാനിവിടെ ബ്രീഡറിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുക. എന്തുവല്ലേ ഞാൻ ഇന്നൊരു പണി നടത്തിയിട്ട് തന്നെ കാര്യം. എന്നാൽ പിന്നെ വാതിൽ തുറന്ന് എൻ്റെ അകത്തേക്ക് കയറാം. ഭാഗ്യം, എങ്ങനെ ഇപ്പം അകത്ത് പോയ ഗൈസ്. അപ്പം നമ്മുടെ ഇപ്പോൾ പറഞ്ഞ തന്നെ എക്സ്പ്ലോറേഷൻ തുടങ്ങി ഗൈസ്. എന്തരാ കേട്ടിട്ട് ഒരു കൂസലും ഇല്ലാത്ത എക്സ്പ്ലോറേഷൻ വീഡിയോ ഒക്കെ എക്സ്പ്ലോറേഷൻ കാണത്തില്ലേ?
എവിടെ എൻ്റെ ബോട്ട്? അതായിരിക്കുന്നു. ഞാൻ ബോട്ട് ഇവിടെ ബോട്ടിൽ കയറാ. നമ്മളിന്ന് സ്പ്രൂസും കൊണ്ട് തിരിച്ച് വരൂ. ഇവിടുത്തെ കോണ്ടിനൻസ് 800 - 300. ഓക്കെ, പോകാം. ഇനി വല്ല ഇൻട്രസ്റ്റിംഗ് ആയി കാണുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. എന്തുവാടാ ഇത്? കുറേ നേരം ആയില്ല. ഞാൻ കുറേ ദൂരം വന്നു ഗൈസ്, എന്നിട്ടൊന്നും കാണുന്നില്ല. കുറച്ച് ദൂരം വന്നുള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെയല്ലേ പറയുന്നത്. എനിക്കും ഇങ്ങനെ പറയാൻ ഒരു ആഗ്രഹം, അതുകൊണ്ട് പറഞ്ഞേ ഗൈസ്. ഞാൻ കുറേ നേരം ഒരിടത്ത് തന്നെ ഇന്ന് കറങ്ങുക. ഒരു ഐലൻഡിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന്, അപ്പം അടുത്ത ഐലൻഡ് കാണും. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുള്ളൂ. അപ്പം ഇതിൽ നോക്കുമ്പോൾ അപ്പുറത്തെ ഐലൻഡ്. ഇനി ഞാൻ നടുക്കടലിലോട്ട് പോവാമെന്ന് ഞാൻ പറയത്തില്ല. എന്നിട്ട് പോയിട്ട് വേണം തൊലഞ്ഞു പോകാൻ. നൈറ്റൊക്കെ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങും. പിന്നെ എന്നിട്ട് ഇതുവരെ ഞാനൊരു ഇൻട്രസ്റ്റിങ് കാര്യവും കണ്ടിട്ടില്ല. ഡെസേർട്ട്, അതൊക്കെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടു. ഞാൻ കാണുവാനെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. കാണുമെന്ന് ആർക്കറിയാം. ഇനി സ്പ്രൂസ് കാണുമെന്നും അറിയത്തില്ല. അപ്പോഴാണ് നൈറ്റ് ആവണം ഗൈസ്. നമുക്കെന്നാൽ പിന്നെ കിടന്നുറങ്ങിയിട്ട് പോകാം. അതല്ലേ മിക്കപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അറിയാമല്ലോ, ഞാൻ പോകുമ്പോഴായിരിക്കും ഐലൻഡിൽ കയറി സ്പ്രൂസ് കിട്ടുമ്പോൾ മറ്റവൻ വന്ന് എൻ്റെ കുണ്ടിക്കിട്ട് പൊട്ടിക്കാൻ. അതിനൊക്കെ നല്ലത് ഞാൻ ഇപ്പം കിടന്നുറങ്ങുന്നതാണ് ഗൈസ്. അങ്ങനെ ഉറങ്ങിയിട്ടും ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഞാൻ എന്താ അങ്ങനെ ചാടി എണ്ണിക്കുന്ന ഗൈസ്? ഇപ്പോൾ കണ്ടില്ലേ ബെഡ് റോക്ക് എഡിഷനിൽ നമ്മൾ എങ്ങനെയാണ് ചാടി എണ്ണിക്കുന്നതെന്ന്. നമ്മളിപ്പോൾ കണ്ട് എടാ ബെഡ്, ഞാൻ അറിയാതെ ഒന്ന് മറന്നു. ഇപ്പം ഞാൻ ഇത് ഇവിടെ ഇട്ടിട്ട് ഓടിയാൻ. ഇതേപോലെയാണ് ഗൈസ് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ, 3ാമത്തെ ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഈ ഐലൻഡ് കാണിക്കാനാണ് ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തത്. കണ്ട, ഞാൻ പരത്തിയതല്ലേ ഗൈസ്, അല്ലെങ്കിൽ അതങ്ങനെ പരന്നിരിക്കുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ ഇവിടെ എവിടെയെങ്കിലും ബിൽഡ് കൊണ്ടുവരാം. എന്നിട്ട് കോണ്ടിനൻസ് ഓർത്ത് വെച്ചാൽ മതി ഗൈസ്. ഞാൻ എൻ്റെ ഒരു വീഡിയോ സ്പീഡ് റണ്ണാവുന്നതെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലടാ. സ്പ്രൂസ് കിട്ടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും സ്പ്രൂസ് കിട്ടി ഗൈസ്. നിൽക്കുന്നു സ്പ്രൂസ്. ഇത് വലുതും ചെറുതും എല്ലാം ഉണ്ട്. ഇനി ഇവിടുന്ന് ഒരു 4 സാപ്ലിങ് കിട്ടി നമ്മൾ പോകാം. വെച്ച് കയറിയ മരം മൊത്തം ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിറയെ 3 സാപ്ലിങ് കിട്ടി ഗൈസ്. ഇപ്പം തന്നെ എടാ ഈ പട്ടീരെ കൊള്ളി ഇതിന് ഞാൻ ലീഷ് വെച്ച് കൊണ്ടുപോയി. ഇപ്പം തന്നെ എൻ്റെ വീട്ടിൽ ലീഷ് എപ്പോഴും കൈ കൊണ്ട് നടക്കുന്നവൻ രക്ഷപ്പെട്ടു. ഇവിടെ വാടാ. വന്ന് ഇതിൻ്റെ ആഗ്രഹമല്ലേ, നമുക്കൊന്ന് അതിനെ കൊന്നിട്ട് പോകാം. എടാ നീ പോയി കൊല്ലടാ. ഞാനുണ്ടാ. എടാ ഇവൻ ലാഗ് അടിപ്പിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് സഹായിച്ചു കൊടുക്കാം. ഇവൻ ലാഗ് എന്ന് പറഞ്ഞാൽ അമ്മായിരി ലാഗ്. കൊറ ഇവനെ പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നില്ല. ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പോലും കിട്ടുന്നു. ചത്തുപോയി ഗൈസ്. ഇത് കാരണമല്ലേ ഞാൻ അതിനെ കൊന്നിട്ട്. എൻ്റെ മോനെ ഒരു മനസ്സുഖം ഉണ്ടല്ലോ. അടുത്ത പട്ടീനെ എനിക്ക് ഇട്ടിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഗൈസ്. കിട്ടിട്ടെന്നും പറഞ്ഞ് തിരിഞ്ഞില്ല. അതുകൊണ്ട് 3 പട്ടികൾ, അതും 3 എണ്ണം. അയ്യോ ഇത് വേറെ പോലെ നിൽക്കടാ. അങ്ങനെ 2 മതി നമുക്ക്. 2 മതി. ഇതിനെ കൊണ്ട് അങ്ങനെ വീട്ടിൽ പോകണം. ഇനി അതാണ് ടാസ്ക്. ഒരു ബോട്ടും കൂടെ ഉണ്ടാക്കേണ്ടി വരുമോ എന്തോ. ഒരുത്തൻ എൻ്റെ പുറകെ ഇരിക്കും. അപ്പോൾ ഒരു ബോട്ട് ഉണ്ടാക്കേണ്ടി വരും ഗൈസ്. ഇത് ഏതാ പട്ടിയുടെ ഇനമെന്നറിയാമോ? എൻ്റെ കണ്ണൊക്കെ നോക്കി. എൻ്റെ മോനെ ഏതാ പട്ടിയുടെ ഇനം? മറ്റേ ഇതെന്താണ് അതിൻ്റെ പേരെന്ത് വരുന്നടാ? ജാക്ക് ഫാൻറ്റസ് എന്നേ. കിട്ടി ഗൈസ്. ഹസ്കി ഗൈസ്. പട്ടിയുടെ എണ്ണങ്ങൾ കൂടി ഗൈസ്. ഇപ്പം 3 പട്ടീനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. കണ്ടില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 എണ്ണം പോരെന്ന് തോന്നി. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ
ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ, ഈ 4 എണ്ണം മതി ഗൈസ്. ഇത്രയും വീഡിയോയിൽ ഷെയർ വേണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഷെയറിൻ്റെ മൂല്യം എന്തുവെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. ഇവന്മാർക്ക് ഷീപ്പിനെ കൊല്ലണമെന്ന് ഞാനിപ്പോൾ ഒരു വില്ലേജ് കണ്ടുപിടിക്കും ഗൈസ്. ഗോലമല്ലേ നിൽക്കുന്നത്? ഗോലം, ക്യാമ്പ് ഫയർ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ ഗോലം വില്ലേജിലല്ലേ സ്പോണാവുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വില്ലേജിൽ പോയതാണ് ഗൈസ്. ക്യാമ്പ് ഫയറിലൊന്നും പോകല്ലേ. നമുക്ക് ഇവന്മാരെ തൽക്കാലം ഇതിലോട്ടൊന്ന് ഇട്ടേക്കാം. എന്നിട്ട് ഇത് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ചെസ്റ്റ് നമ്പർ 1. നമുക്ക് ഇനി ഈ വീട്ടിൽ കയറാം ഗൈസ്. ഞാൻ ഈ വീട്ടിൽ ചെസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ പോവേ. അപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ചെസ്റ്റ് കാണും. ചെസ്റ്റ് നമ്പർ 2. എന്തിനാ ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കൂടെ ഇതേ സീഡ് അടിച്ച് കളിക്കുന്നവരുണ്ടെങ്കിൽ ഈ സീഡ് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ. ഈ സീഡ് എൻ്റെ ആദ്യത്തെ എപ്പിസോഡിലുണ്ട്. ആ എപ്പിസോഡ് പോയി കണ്ടിട്ട് വാ. കണ്ടിട്ട് മാത്രമല്ല, ഒരു ലൈക്ക് അടിച്ചിട്ട് പോ. ആ സീഡ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എൻ്റെ കൂടെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ കോണ്ടിനൻസ് നോക്കി ഇവിടെ വരാം. ഇത് ബെഡ് റോക്കിൽ കറക്റ്റാണ് ഗൈസ്. ഇതേ ലൂട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വില്ലേജിൽ കിട്ടാൻ പോകുന്നത്. അത് ഇതേ വില്ലേജ് തന്നെ ആണെങ്കിൽ ആ വില്ലേജിൽ അതായിരിക്കും കിട്ടാൻ. ചെസ്റ്റ് നമ്പർ എത്രയോ. ഞാനിപ്പോൾ വീട്ടിൽ പോകുകയാണ് ഗൈസ്. ഞാൻ എന്നാൽ ഇനി എന്ത് വന്നാലും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. വീട്ടിൽ പോയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യും. പലീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകാം. ഡേയ് എല്ലാവരും എണ്ണീക്ക്, വീടെത്തി. എന്ത്, ഇതാണ് എൻ്റെ പുതിയ വീട്. അതിന് വീട് പണിഞ്ഞിട്ടില്ലല്ലോ. അത് ശരിയാ. വില്ലേജ് വില്ലേജ് എന്തിയുടെ വില്ലേജ്? അതൊക്കെ ഇവന്മാർക്ക് പിന്നെ കാണിച്ചു കൊടുക്കുക. എന്തായാലും അതേ വില്ലേജ്. അങ്ങോട്ട് നോക്കാം, അപ്പല്ലേ വില്ലേജ് കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിൽ ബോണില്ലാത്തതുകൊണ്ട് ഞാൻ ഇവന്മാരെ ഒന്നും ചെയ്തിട്ടില്ല. ദൈവം, ഇത് പൊട്ടിക്കുമ്പോഴായിരിക്കും പണി. ദൈവം, രണ്ടും കൂടെ 4 വഴിക്ക് പോകല്ലേ. പറഞ്ഞില്ല. പോലെ നീമ്പ ഈ ലീശ അങ്ങോട്ട് എടുത്തേക്കാം. ഇനി നമുക്ക് നേരെ വീട്ടിൽ. എൻ്റെ ചെസ്റ്റിൽ എവിടെയോ ബോൺ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവന്മാരെ ടേം ചെയ്യാം. അത് മിക്സിയുടെ സൗണ്ടാണ്, നിങ്ങളാരും പേടിക്കണ്ട ഗൈസ്. ഇപ്പോഴും കേൾക്കാം. തൽക്കാലം ഇവന്മാരെ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കല്ലേ. ഇവിടെ ഒരു ഫെൻസ് വെക്കണമല്ലോ. ഇവിടെ നിന്ന് സ്പോണായിരിക്കാൻ നമുക്കിപ്പോൾ ലൈറ്റൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ശരിയാക്കണമല്ലോ. നമ്മുടെ ഇൻവെൻ്ററി അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇനി വാള്, ആക്സ്, പിക്കാക്സ്, ഷവല്, 2 സ്ലോട്ട് ഫ്രീ, പിന്നെ ടോർച്ച്, ബ്രെഡ്, വെള്ളം, വാട്ടർ ബക്കറ്റ്. ഏതെങ്കിലും കേവ് വേണം പെട്ടെന്ന് നമുക്ക് MLG ചെയ്യാനുണ്ടെങ്കിൽ വാട്ടർ ബക്കറ്റ്. ചുമ്മാ കൈ കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. നമ്മളെന്തായാലും ഇത് പോയി നട്ട് വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അങ്ങ് എൻഡ് ചെയ്യാൻ കഴിയും. നേരത്തെ പറയാൻ വന്നത് നമ്മളെന്തായാലും ചത്തുപോകുന്നാണ് പറയാൻ വന്നത്. ഗൈസ്, നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നട്ടു വയ്ക്കാം. ഇപ്പോഴത്താണ് നമ്മുടെ കൃഷിഭൂമി. ഇത് കാരണം നമ്മൾ ഇപ്പുറത്ത് തന്നെ നട്ടു വയ്ക്കണം. ക്യാരറ്റ് വളരുന്ന പോലെ ടപ്പന്ന് വളരട്ടെ. ആദ്യം തന്നെ നമ്മൾ 4 ഇതായിട്ട് മരമൊന്നും ചെയ്യുന്നില്ല. അത് കാരണം നമുക്ക് ഓരോരോ ബ്ലോക്ക് വിട്ട് തന്നെ ചെയ്യാം ഗൈസ്. ഓഫ് ക്യാമറയിൽ ഞാൻ ഇതിൽ AFK നിന്ന് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് ഞാൻ നിറയെ സ്പ്രൂസ് ഉണ്ടാക്കിക്കൊണ്ടേ വരത്തുള്ളൂ ഗൈസ്. അപ്പം നമ്മൾ ഇതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ പുറകെ ആണെന്നുണ്ടെങ്കിൽ കുറേ നേരമായി. അത് കാരണം തപ്പി ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറല്ല, 1.5 മണിക്കൂർ, കറക്റ്റ് 1.5 മണിക്കൂറായി ഗൈസ്. ഇത്രയും നേരം ഞാൻ ഇതിൻ്റെ പുറകിന് തന്നെ നടന്നിട്ട് എനിക്ക് എന്തോ പോലെയൊക്കെ ആവുന്നു ഗൈസ്. കാരണം ഞാൻ ഇപ്പോൾ എന്തായാലും നട്ട് വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഗോൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ ഇന്ന് ഈ ഗോൾ ഒരിക്കലും